ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കലുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ക്ലാസ് എടുക്കുന്ന എൻ്റേതായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ധ്വനി സ്കൂൾ ഓഫ് മ്യൂസിക്, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇന്ന്. എൻ്റെ കുട്ടികൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ അടുത്തുള്ളൊരു അമ്പലം. അപ്പോൾ അത്രയും കുട്ടികളുള്ളൂ, അങ്ങനെ വിരലിലുണ്ടാകുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം അവരുടെ ഒരു ഭജന എന്നുള്ള രീതിയിലാണ്. അരങ്ങേറ്റത്തിനുള്ളതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ഭജന എന്നുള്ള രീതിയിൽ ഒന്ന് ഈ മാസം 1-ാം തീയതി അമ്പലത്തിൽ എപ്പോഴും പ്രോഗ്രാം ഉണ്ട് അത്ര. അപ്പം അതിന് എന്താ പറയുക, ഒരു ചെറിയ രീതിയിൽ വെറുതെ ഒന്നും പാടാമെന്നുള്ളൊരു ചാൻസ് നമുക്ക് അവിടുത്തെ നമ്പൂരി മാഷ് തന്നിട്ടുണ്ട്. അതേപോലെ എന്താ പറയാനുള്ളത്, ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റേജിൽ കാണാം. ഞാനിന്ന് എടുക്കുന്നത് ഈ സാരിയാണ്. അപ്പം അതിങ്ങനെ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കലാണ്. അപ്പം എനിക്ക് ഇവരിലെത്തുന്നതിന് മുന്നേ ഒരു മണിക്കൂർ അരമണിക്കൂർ മുന്നേ അവിടെ എത്തണം. എന്താ വെച്ചാൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഒരുങ്ങി റെഡി ആയിട്ട് പോവും. അവർ പിന്നാലെ വരും എല്ലാവരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഭജന പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റിഹേഴ്സൽ കാര്യങ്ങളെല്ലാം ഞാനിതിൽ കൊടുക്കും. നല്ല ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് റിഹേഴ്സൽ. ഇനി പ്രോഗ്രാം എങ്ങനെയാണെന്ന് അറിയില്ല. സന്തോഷമുണ്ട്, ടെൻഷനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എന്താ പറയുക, മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആണ്. നമുക്ക് കാണാം. നമ്മൾ കൃത്യം പ്രോഗ്രാമിൻ്റെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂജാ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതായിട്ട് കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായി. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറച്ചും കൂടി ബെറ്ററായിട്ട് തന്നെ നമ്മളെ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ടിങ് ടു എൻഡ് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സരസ്വതി മണ്ഡപത്തിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. പൂജാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പാട് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാനും കൂടി കയറി. ഇതാണ് എൻ്റെ സ്റ്റുഡൻസ്. നമ്മളെ പ്രോഗ്രാമിന് പൂർണ്ണ പിന്തുണയായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്ത് തന്നത് രഘുമാഷ് ഹാർമോണിയം, സന്തോഷ് മാഷ് തബല. കുറേ പൂജാ കർമ്മങ്ങൾക്ക് ശേഷം നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ടായി.
പെട്ടെന്നുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് സൗണ്ട് സിസ്റ്റം ഒക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പാടിയത് കുറച്ച് കുറവായിരുന്നു കേട്ടത്. പക്ഷേ എല്ലാവരും അഭിപ്രായം നന്നായിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു ഇത്. ഇവരാണ് പ്രോഗ്രാമിൽ പെർഫോം ചെയ്തിട്ടുള്ള എൻ്റെ കുട്ടികൾ: അനിഹ, നേവ, ഋതുനന്ദ, ആവണി, ദേവന, ആലിയ. എൻ്റെ കുട്ടികൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരിക്കലും പെർഫെക്റ്റാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഇനിയും നന്നാവാറുണ്ട്, നന്നായിക്കൊണ്ടിരിക്കും എന്തായാലും. പക്ഷെ ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ, എൻ്റെ കുട്ടികൾ ചെയ്തതിൽ കുറച്ചും കൂടി നല്ലൊരു പ്രോഗ്രാം ഇതായിരുന്നു. അതേപോലെ ഇതിന് ചാൻസ് തന്ന നമ്പൂതിരി മാഷ്, അമ്പലത്തിൻ്റെ കമ്മിറ്റി, അവരോടെല്ലാം വലിയ താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ. അതേപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന കുട്ടികളെ പാരൻസ്, അവരിങ്ങനെ എന്താ പറയുക, തലേന്ന് രാത്രിയൊക്കെ പ്രാക്ടീസിന് വരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും പറയാണ്ട് ഓക്കെ വരാം എല്ലാം. അതേപോലെ തന്നെ ഈ ചാൻസ് ചോദിക്കാനും ആക്കാനൊക്കെ എൻ്റെ കൂടെ തന്നെ നിന്നൊരു കുട്ടീൻ്റെ അമ്മയുണ്ട്, ആവണീൻ്റെ അമ്മ ജില്ലേച്ചി. ഓറ് ഓൾറെഡി പ്രസവിച്ച് കുഞ്ഞു ഭാവിയെല്ലാമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഓറെ ആ സമയത്ത് എന്നിട്ടും ഓറ് എൻ്റെ കൂടെ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഓർക്കും വലിയ താങ്ക്സ്. അതേപോലെ ബാക്കിയുള്ള എല്ലാ പാരൻസും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ പാരൻസ് എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഇംപെർഫെക്ഷൻസ് എല്ലാം നന്നാക്കിയിട്ട് ഇനിയും നമ്മളെ പ്രോഗ്രാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എന്താ പറയുക, വിധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കും. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.